ശ്രീ രമേശ് ചെന്നിത്തല. സർ, കേരളത്തിലെ നെൽകർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. പ്ലീസ്. സർ, നെല്ലുൽപാദനം ഈ വർഷം മാത്രം 50,000 ടൺ കുറഞ്ഞിട്ടുണ്ട്. അരിക്ക് അന്യസംസ്ഥാനത്തെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നെൽകൃഷിയുടെ ദിനങ്ങൾ കുറയുന്നു, കൃഷിഭൂമിയുടെ വിസ്തൃതി കുറയുന്നു, എന്നിട്ട് നമ്മുടെ സർക്കാർ അനങ്ങുന്നില്ല. സർ, നെൽകർഷകരിൽ നിന്ന് സർക്കാർ സംവിധാനങ്ങളും ഏജൻസികളും സംഭരിക്കുന്ന നെല്ലിൻ്റെ വില കൃത്യമായി നെൽകർഷകർക്ക് വിതരണം ചെയ്യാത്തതാണ് കർഷകരെ നെൽകൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കുന്നത്. സാർ, ഏതാണ്ട് 480 കോടിയിലധികം രൂപ നെല്ല് സംഭരിച്ചതിൻ്റെ കുടിശ്ശികയായി സംസ്ഥാനത്തെ കർഷകർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലേതാണ്ട് 370 കോടി രൂപയും ആലപ്പുഴ ജില്ലയിലെ നെൽകർഷകർക്ക് കുടിശ്ശികയായി നൽകുന്നതാണ്. മന്ത്രി പറയുമായിരിക്കും 76.16 കോടി രൂപയുടെ കുടിശ്ശിക നൽകാനുള്ളൂവെന്ന്. എന്നാൽ PRS ലോണിനുള്ള 160.93 കോടി രൂപയുടെ ലിസ്റ്റ് കാനറ ബാങ്കിനും 144.7 കോടി രൂപയുടെ ലിസ്റ്റ് SBIക്ക് നൽകിയിട്ടേ ഉള്ളൂ. കർഷകരുടെ അക്കൗണ്ടിൽ പണം കിട്ടിയിട്ടില്ല. നൽകാത്ത പണം നൽകി എന്ന് പറയുന്നത് ക്രൂരതയല്ലേ സർ? ഹാൻഡ്ലിംഗ് ചാർജായി 1555 കോടി രൂപ കർഷകരുടെ അക്കൗണ്ടിൽ എത്തേണ്ടതായിട്ടുണ്ട്. സർ, മടവീണ പാടശേഖരങ്ങൾക്കുള്ള സഹായം കിട്ടിയിട്ടില്ല. പമ്പിംഗ് സബ്സിഡി, എത്രയോ വർഷങ്ങളായി പമ്പിംഗ് സബ്സിഡി കൊടുക്കാതെ കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും കർഷകർ പ്രതിസന്ധി നേരിടുകയാണ്. 20% മുതൽ 30% പാടശേഖരം മാത്രമേ റിംഗ് ബണ്ട് ഉള്ളൂ. സാർ, അതോടൊപ്പം തന്നെ കൃഷിനാശം മൂലം കർഷകർ പ്രയാസം അനുഭവിക്കുകയാണ്. സാർ, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലെയും പാലക്കാട്ടെയും തൃശ്ശൂർ കോൾനിലങ്ങളിലെയും എല്ലാം കർഷകർ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, സംഭരിച്ച നെല്ലിൻ്റെ വില കൃത്യമായി കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയാത്ത അവസ്ഥ വരുന്നു എന്ന് മാത്രമല്ല, PRS സ്കീമിൻ്റെ പേരിൽ വീണ്ടും അവർ പുതിയ കണക്കെടുപ്പിൽപ്പെടുത്തുന്നു. സർ, അമ്പലപ്പുഴയിൽ ഒരു കർഷകൻ മരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സർ, നെൽകർഷകർക്ക് സർക്കാരിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അത് ഈ മന്ത്രിയല്ല മറുപടി പറയേണ്ടത് എന്നുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സർ, കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ MSP വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് സംസ്ഥാന സർക്കാരും വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. വിളവെടുക്കുന്ന നെല്ലിൻ്റെ സംഭരണം കൃത്യമായി നടക്കാറില്ല. സർ, പാടശേഖരങ്ങളിലും റോഡരികളിലുമാണ് കർഷകർ ഈ നെല്ല് പാക്ക് ചെയ്യുന്നത്. പാലക്കാടൊക്കെ ചെന്നാൽ റോഡ് സൈഡിലാണ് ഈ കർഷകർ ഈ നെല്ല് പാക്ക് ചെയ്യുന്നത്. അത് കർഷകർ വിളവെടുത്ത് നെല്ല് സൂക്ഷിക്കുന്നത് ഏറ്റവും അപരിഷ്കൃതമായ നിലയിൽ തന്നെയാണ്. ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദനയാണ്. നെല്ലിൻ്റെ ഈർപ്പം ഒരു വലിയ പ്രശ്നമാണ്. സാർ, മോയിസ്ചറിൻ്റെ പേരിൽ കർഷകർക്ക് അർഹമായ സംഭരണ വില നൽകാതെ ഈ മില്ലുകാർ കർഷകരെ ചൂഷണം ചെയ്യുകയാണ്. അവർ പറയും കിഴിവ് കൊടുക്കണമെന്ന് പറയും. സാർ, കിഴിവ് അവർ ചോദിക്കുന്ന കൊടുത്തില്ലെങ്കിൽ മില്ലുടമകൾ ഈ നെല്ലെടുക്കാൻ തയ്യാറാവുന്നില്ല. സാർ, ഇത് സർക്കാർ കൂടി അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് ശരിയല്ല. ഇതിൻ്റെ തോത് എത്ര കിഴിവ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന മില്ലുടമകളാണ്. ഗത്യന്തരമില്ലാതെ സ്വകാര്യ മില്ലുകൾക്ക് കർഷകർക്ക് ഈ നെല്ല് കൊടുക്കേണ്ടി വരുന്ന ദുരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാടശേഖരങ്ങൾ കേന്ദ്രീകരിച്ച് സർക്കാർ സപ്ലൈകോയുടെ സഹായത്തോടെ താൽക്കാലിക ഗോഡൌണുകളോ സംഭരണ കേന്ദ്രങ്ങളോ സ്ഥാപിച്ചാൽ അത് ഗവൺമെന്റ് കർഷകർക്ക് വലിയ പ്രയോജനം ഉണ്ടാകുന്നതാണ്. സാറേ, ഞാൻ അവസാനിപ്പിക്കാം. സപ്ലൈകോ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നെല്ലിൻ്റെ ഗുണപരിശോധന നടത്തുന്ന സർക്കാർ സംവിധാനം ഒരുക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 20% 30% കിഴിവ് ആവശ്യപ്പെടുകയാണ് ഈ പാവപ്പെട്ട കർഷകരോട്. ആ നെല്ല് ഉണങ്ങിയ നെല്ലാണെങ്കിൽ പോലും അത് ആവശ്യപ്പെടുകയാണ്. സർ, 2018 വെള്ളപ്പൊക്ക സമയത്ത് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർക്കായി സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. സാർ, എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അങ്ങയിലൂടെ ആവശ്യപ്പെടാനുള്ളത് നിലവിൽ നൽകാനുള്ള കുടിശ്ശിക എത്രയും പെട്ടെന്ന് നെൽകർഷകർക്ക് നൽകണം. സംഭരിക്കുന്ന നെല്ലിന് പരമാവധി 3 ദിവസത്തിനുള്ളിൽ പണം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സംഭരണത്തിനായി പ്രത്യേക റിവോൾവിംഗ് ഫണ്ട് സംസ്ഥാന ബഡ്ജറ്റ് ഉൾപ്പെടുത്തണം. സ്റ്റേറ്റ് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് കേന്ദ്ര MSPക്ക് ആനുപാതികമായി നൽകണം. സാർ, ഇതൊന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി നമ്മുടെ പൊതുവിതരണ വകുപ്പ് മന്ത്രിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹം ബഡ്ജറ്റ് അവതരണ വേളയിൽ പ്രതിഷേധിച്ച സംഭവം ഞാൻ ഓർക്കുന്നു. ധനകാര്യ വകുപ്പ് ആവശ്യമായ പണം നൽകിയാൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട്
നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി അടിയന്തരമായി തന്നെ എടുക്കുന്ന നെല്ലിനുള്ള പണം പെട്ടെന്ന് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് അങ്ങയിലൂടെ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിരവധിയായിട്ടുള്ള കാർഷിക പ്രശ്നങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ്, അതിനൊന്നും യാതൊരു തർക്കവും എനിക്കില്ല. ആ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. പല വിഷയങ്ങളെ സംബന്ധിച്ചും എൻ്റെ പരിധിയിൽ വരുന്നതല്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ ഗൗരവം കൃഷി വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. സർ, ഇവിടെ പറഞ്ഞ വിഷയത്തിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദേശീയ തലത്തിൽ നടപ്പാക്കി വരുന്ന വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരണം നടന്നു വരുന്നത്. എന്നാൽ രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായി ഈ പദ്ധതി നടപ്പാക്കപ്പെടുന്നത് കേരളത്തിലാണ്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പൂർണ്ണമായി സംഭരിക്കുന്നതും ഏറ്റവും ഉയർന്ന വില നൽകുന്നതും നമ്മുടെ സംസ്ഥാനത്താണ്. ഈ വർഷവും പരാതികളൊന്നുമില്ലാതെ സമയബന്ധിതമായി സംഭരണ പ്രക്രിയ പൂർത്തിയാക്കി വരികയാണ്. കേന്ദ്ര സർക്കാർ നൽകേണ്ട താങ്ങുവില MSP താങ്ങുവിലയോടൊപ്പം സംസ്ഥാന പ്രോത്സാഹന ബോണസ് കൂടി ചേർത്താണ് കർഷകർക്ക് സംഭരണ വില നൽകി വരുന്നത്. പദ്ധതി പ്രകാരം സംഭരിക്കുന്ന നെല്ല് സംസ്കരിച്ച് അരിയാക്കി പൊതുവിതരണ സംവിധാനം വഴി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തതിന് ശേഷമേ കേന്ദ്ര സർക്കാർ താങ്ങുവിലയുടെ ക്ലെയിം പ്രോസസ്സ് ചെയ്യുകയുള്ളൂ. ഇതിന് 6 മുതൽ 8 മാസം വരെ കാലതാമസം വരും. കർഷകരിൽ നിന്ന് നെല്ല് എടുത്തതിന് ശേഷം വരുന്ന ഈ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് ബാങ്കുകളുടെ സഹായത്തോടെ സപ്ലൈകോ ഗ്യാരണ്ടി നിന്ന് PRS വായ്പ ലഭ്യമാക്കുന്നത്. സർക്കാർ വിഹിതം ലഭിക്കുന്ന മുറയ്ക്ക് ഈ വായ്പകൾ സപ്ലൈകോ തിരിച്ചടവ് വരുത്തുകയും ചെയ്യുന്ന വിധത്തിലാണ് PRS വായ്പാ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. സർ, കർഷകരാരും സംഭരണ വില ലഭിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. 2023-24 സംഭരണ വർഷത്തിൽ സംസ്ഥാനത്ത് 1,97,671 കർഷകരിൽ നിന്നായി 5,57,416 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. ഇതിൻ്റെ വിലയായി നൽകേണ്ട 1,578.6 കോടി രൂപയിൽ 1,137.31 കോടി രൂപയും നൽകിക്കഴിഞ്ഞു. ഇനി 56,767 കർഷകർക്കായി 441.29 കോടി രൂപ നൽകാൻ ബാക്കിയുണ്ട്. സർ, അദ്ദേഹം സൂചിപ്പിച്ചത് കണക്കിൽ 78 ഞാൻ പറയുമെന്ന് പറഞ്ഞത് അത് വസ്തുതയല്ല. ഞാൻ എൻ്റെ വസ്തുത വിവരിക്കാം. ആലപ്പുഴ ജില്ലയിൽ 42,348 കർഷകരിൽ നിന്നായി സംഭരിച്ച 1,59,793 മെട്രിക് ടൺ നെല്ലിൻ്റെ വിലയായ 452.54 കോടി രൂപയിൽ 321.74 കോടി രൂപ നൽകിക്കഴിഞ്ഞു. ഇനി ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച 76 അല്ല 130.8 കോടി രൂപ നൽകാനുണ്ട്. അവശേഷിക്കുന്ന തുകയും നൽകാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അത് എത്രയും വേഗം നൽകുന്നതാണെന്നുള്ള കാര്യം ഞാൻ സഭയിൽ പറയുകയാണ്. MSP ആയി ലഭിക്കുന്ന തുകയുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനത്ത് പ്രോത്സാഹന ബോണസ് നൽകുന്നത്. MSPയും സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസും കൈകാര്യ ചെലവും ചേർത്ത് 1 കിലോഗ്രാം നെല്ലിന് 28 രൂപ 32 പൈസ ലഭിക്കുന്ന വിധത്തിൽ സംഭരണ വില നിശ്ചയിച്ചത് വഴിയാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന വില കർഷകന് ലഭ്യമാക്കാൻ കഴിയുന്നത്. സാർ, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച നിരവധിയായിട്ടുള്ള സംഭരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് ഈ കിഴിവിൻ്റെ കാര്യം, അതുപോലെ മുഹിസറിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ നിരവധി തവണ ഈ സഭയുടെ ചർച്ചയിൽ വന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഗുണനിലവാര പരിശോധന ശാസ്ത്രീയമായും തർക്കമറ്റ നിലയിലും നടത്തുന്നതിന് ഉള്ള സംവിധാനം ഒരുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിദഗ്ധ സമിതി നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്.